നമസ്കാരം. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബേസിക്കലി ഇത് ചെയ്യാനുള്ളൊരു കാരണം ഉടനെ തന്നെ BMCയുടെ ഇലക്ഷൻ വരാൻ പോകണം. അതായത് BMCയുടെ മാത്രമല്ല, മഹാരാഷ്ട്രയിലുള്ള എല്ലാ കോർപ്പറേഷനുകളുടെയും ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ BMCയെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഞാനൊരു ബോംബെ നിവാസിയാണ്. കഴിഞ്ഞ 10-25 കൊല്ലങ്ങൾക്ക് മേലെ, 10-28 കൊല്ലത്തോളമായി ഇവിടെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് BMCയിലെ ഇലക്ഷനെ കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. BMCയുടെ ഭരണ സാരഥ്യം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ശിവസേനയുടെ കയ്യിലാണ്. ശിവസേന അത് കൊല്ലങ്ങളായിട്ട് അവരെ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞിട്ട് വിട്ടുകൊടുത്തിട്ടില്ല. 10-25 കൊല്ലത്തിന് മേലെയായി. അപ്പോൾ ഈ വരുന്ന ഇലക്ഷൻ ശരിക്കും അവർക്കൊരു ഭയങ്കര ചലഞ്ചാണ്. അതായത് ശിവസേനയ്ക്ക് ഇത്തവണ BMC കിട്ടുമോ, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ കിട്ടുമോ കിട്ടില്ലയോ, അവർ ജയിക്കില്ലയോ, അതാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റേറ്റുകളുടെ ബഡ്ജറ്റിനേക്കാളും കൂടുതലാണ് ബോംബെ മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ്. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് പല സ്റ്റേറ്റുകളുടെ ബഡ്ജറ്റിനേക്കാളും കൂടുതലാണ്. അതിന് മാത്രം സമ്പത്ത് ഇവിടെ കിടന്ന് മറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നോട്ടം ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ്. കാരണം അതൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു വലിയൊരു മാർഗമായിട്ട് അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. പൈസ മാത്രമല്ല, അധികാരം. അപ്പം ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ആ ഒരു അപകർഷണത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോംബെയിൽ ശിവസേന അതായത് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും BJPയും തമ്മിൽ സഖ്യത്തിലാണ്. അവർ മൊത്തം 220 സീറ്റിൽ മത്സരിക്കേണ്ടതിൽ 130 എണ്ണം BJPയും 90 എണ്ണം ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും വീതം വെച്ചെടുത്തിരിക്കുകയാണ്. അവരങ്ങനെയാണ് മത്സരിക്കുന്നത്. ഇത് കൂടാതെ ഉള്ള മത്സരരംഗത്തുള്ള മെയിൻ പാർട്ടികൾ, ഒന്ന് കോൺഗ്രസ് ഇത്തവണ തനിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ അവർ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയായിട്ട് ചേർന്നിട്ടാണ് മത്സരിച്ച്. ഇത്തവണ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തനിച്ചാണ് മത്സരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി, അവർ ഉദ്ധവിൻ്റെ കൂടെ മത്സരിച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ട് എത്രയുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അവർക്ക് അറിയാൻ കഴിയില്ല. അതൊക്കെ ആയിരിക്കണം കാരണം. ഉദ്ധവ് താക്കറെയുടെ കീഴിലുള്ള ശിവസേനയും രാജ് താക്കറെയുടെ കീഴിലുള്ള ശിവസേനയും ഒന്നിക്കുകയാണ് തവണ. രാജ് താക്കറെ എന്ന് പറഞ്ഞാൽ ഉദ്ധവിൻ്റെ കസിനാണ്. അവർ രണ്ടുപേരും ഭയങ്കര ശത്രുതയിലായിരുന്നു. കഴിഞ്ഞ 20 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ അവർ ഒന്നിക്കുന്നത്. പണ്ട് രാജ് താക്കറേനെ ശിവസേന പാർട്ടിയിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കളിച്ചയാൾ ഉദ്ധവാണ്. ഇപ്പോൾ നിവൃത്തികേടുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ചേരാനുള്ള കാരണം പുറത്തു പോയി കഴിഞ്ഞ് MNS, അതായത് രാജ് താക്കറയുടെ പാർട്ടിക്ക് ആദ്യത്തെ നിയമസഭാ ഇലക്ഷൻ ഏതാണ്ട് 11 സീറ്റോളം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പച്ച പിടിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഈ മഹാരാഷ്ട്രവാദവും അല്ല മറാഠിവാദവും പുറത്തുനിന്നുള്ളവരെ തല്ലണ സ്വഭാവവും ഇതെല്ലാം കൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ്ടേ. അപ്പം ഇവിടെ ബോംബെയിൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം പുറത്തുനിന്ന് ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ തിയറി അനുസരിച്ചിട്ട് മറാഠി അല്ലാത്തവരെ കൈവയ്ക്കുക. അപ്പം അങ്ങനെ കൈവച്ച് അവരെല്ലാവരും വിരോധം സമ്പാദിച്ചു. ഇപ്പം തന്നെ ഈ അടുത്ത ഇടയ്ക്ക് തന്നെ മറാഠി ഭാഷാ വിവാദം അടുത്ത ഇടയ്ക്ക് ഉണ്ടായിരുന്ന കുറേ കടകളിലൊക്കെ ഒരു തല്ലിപ്പൊളിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് അവരുടെ പൊതുജനസമ്മതി ഇല്ലാതാവും. അത് തന്നെയാണ് ഇപ്പം ഈ രാജ് താക്കറയുടെ പാർട്ടിക്ക് സംഭവിച്ചത്. ഇപ്പം അവർ രണ്ടുപേരും ഒന്നിച്ചിട്ട് ഒരു കൈപയറ്റി നോക്കുകയാണ്. അത് കഴിഞ്ഞ ഇലക്ഷനിൽ രാജ് താക്കറയുടെ പാർട്ടിക്ക് 7% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജ് താക്കറെയാണോ മെച്ചപ്പെടാൻ പോണത്, ഉദ്ധവ് താക്കറെയാണോ മെച്ചപ്പെടാൻ പോണത് കണ്ടറിയണം. കാരണം വെച്ചാൽ ഈ ഒരു അനാലിസിസ് പ്രകാരം രാജ് താക്കറെ ഉദയ് താക്കറയുടെ വോട്ടിംഗ് ഉള്ള അവരുടെ ആൾക്കാരുടെ നിന്നുള്ള പെർസെൻറ്റേജ് അടിച്ചോണ്ട് പോകുന്നതാണ് പറയുന്നത്. പുള്ളിയുടെ ഷെയർ, അതായത് ഉദയൻ്റെ വോട്ടിൻ്റെ ഷെയർ രാജ് താക്കറെ അടിച്ചോണ്ട് പോകുന്നതാണ് പറയപ്പെടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉദ്ധവ് താക്കറെ അത്ര വലിയ എന്താ പറയുക, ഒരു ജനസമ്മതിയുള്ള നേതാവൊന്നുമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. പുള്ളി മുഖ്യമന്ത്രി ആയിരിക്കും, പുള്ളി ഭരിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ വീട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ പുള്ളീനെ എല്ലാവരും അവിടെ ചെന്ന് കാണണം, പുള്ളി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോഴും പുള്ളി പ്രചരണത്തിനും പുള്ളി അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, ഓൺലൈനുള്ള പ്രചരണമുള്ളൂ. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതേസമയം
ഭാരതീയ ജനതാ പാർട്ടിയും ഏകനാഥ് ഷിൻഡെ ശിവസേനയും ഗ്രൗണ്ടിലുണ്ട്. ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടവർ ഒരുപാട്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള അവർക്കാണ്. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും അതിനുള്ള ദൃഷ്ടാന്തമാണ്. കാരണം നിയമസഭാ ഇലക്ഷനിലും ബി ജെ പി ഏകനാഥ് ഷിൻഡെ ശിവസേനയും തമ്മിലുള്ള സഖ്യമാണ് മാക്സിമം സീറ്റ് തൂത്തുവാരിയത്. പ്ലസ് NCPയുടെ അജിത് പവാറിന്റെ ഗ്രൂപ്പും. ഇത്തവണ BMC ഇലക്ഷനിൽ അജിത് പവാറിനെ കൂടുതൽ കൂട്ടിയിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഒരു ഭയങ്കര ഗെയിമാണ്. അതായത് ഭയങ്കര സ്ട്രാറ്റജിയാണ്. കാരണം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ BJP വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ശിവസേനയ്ക്ക് വോട്ട് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് NCPയുടെ അലിഖിത കാൻഡിഡേറ്റ്, അതായത് NCP എന്ന് പറയാതെ NCPയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നവാബ് മല്ലിക് എന്നൊരു കക്ഷിയുണ്ട് മുംബൈയിൽ. അങ്ങേരുടെ ബന്ധത്തിലുള്ള ആൾക്കാരാണ് ഈ മുസ്ലിം ഭൂരിപക്ഷ ഏരിയകൾ നിൽക്കുന്നത്. അതായത് ഇപ്പം അങ്ങനെ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഭരണപക്ഷത്തേക്ക് ചേർന്നാൽ മതിയല്ലോ. ഭരണപക്ഷത്തേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ പങ്കുചേരുക. അങ്ങനെ ആവാലോ. അതാണ് അതിൻ്റെ കളി. അപ്പം ആ കളിയുടെ ഉപജ്ഞാതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. അങ്ങനെ ഒരു കൊച്ചു ചാണക്യനാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. അപ്പം എന്തായാലും ഇന്നലെ, അതായത് 30-ാം തീയതി ആയിരുന്നു നോമിനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസം. 2-ാം തീയതി വരെ വിഡ്രോ ചെയ്യാൻ സമയമുണ്ട്. 15-ാം തീയതി ഇലക്ഷൻ, 16-ാം തീയതി കൗണ്ടിങ്, 17-ാം തീയതി നമുക്ക് റിസൾട്ട് അറിയാം. കാണാം എന്താണ് ബോംബെയിൽ നടക്കാൻ പോണ, ആരാണ് ബോംബെ ഭരിക്കാൻ പോകുന്നതെന്ന്. താങ്ക് യു.